അങ്ങനെ 5 വർഷത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ഒരു ഓവർസീസ് ട്രിപ്പിന് വേണ്ടി പോവാണ്. അങ്ങനെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ടാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. ട്രിപ്പ് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലോട്ടാണ് ഞങ്ങളുടെ ട്രിപ്പ്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങൾ തായ് എയർവേസിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ലോഞ്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലോഞ്ചിലെ ഏറ്റവും നല്ല ഫുഡെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടുത്തെ ചിക്കൻ ബിരിയാണിയാണ്. അത് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നമ്മൾ തായ് എയർവേസിൻ്റെ ആയിരുന്നു പോയത്. നല്ലൊരു വെൽക്കമിങ്ങും എല്ലാമായിരുന്നു. ഞാൻ ബെക്കയുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്, മോളുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഫുഡ് വന്നു. ഈ ഫുഡിൽ ബെക്ക ഒന്നും കഴിച്ചില്ല. പിന്നെ ഞാനാണെങ്കിൽ ഫുഡിൽ കുറച്ച് പുഡിങ് മാത്രമാണ് എനിക്കിഷ്ടപ്പെട്ടത്. ബാക്കിയൊന്നും ഞാൻ അധികം കഴിച്ചില്ല. കാരണം ഓൾറെഡി ലോഞ്ചിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കധികം വിശക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാലും ജസ്റ്റ് ആ പുഡിങ് മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. കോണിൻ്റെ പുഡിങ് ആയിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. ബാക്കി നോർമൽ ബ്രെഡ് ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ ചെറിയ റൈസ് ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ, നോർമൽ ഫുഡായിരുന്നു. ആപ്പിൾ ജ്യൂസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മോള് കുറച്ച് നേരം സമയം, ഏകദേശം ബോർഡിങ് സമയം എന്ന് പറയുന്നത് ഒത്തിരി രാത്രി ആയതുകൊണ്ട് അവൾ വേഗം ഉറങ്ങി. പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് പോണേന്ന്, ഞങ്ങളുടെ റൂട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി ടു സുവർണഭൂമി എയർപോർട്ട്, അതായത് ബാങ്കോക്കിലുള്ളത്, അതുപോലെ ബാങ്കോക്ക് ടു മെൽബൺ ആണ് ഞങ്ങളുടെ റൂട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ബാങ്കോക്കിലോട്ട് വന്നു. ഞങ്ങൾക്ക് അവിടെ ഏകദേശം 6 മണിക്കൂർ ഉണ്ടായിരുന്നു സുവർണഭൂമി എയർപോർട്ടിൽ. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. കുറച്ച് സാധനങ്ങളൊന്നും മേടിക്കാനോ സാധനങ്ങളല്ല, പുറത്ത് പോകാനൊന്നും നമുക്ക് പറ്റില്ല, കാരണം വളരെ കുറച്ച് സമയമുള്ളൂ. പക്ഷെ എന്നാലും അവിടുത്തെ കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടു. അപ്പോഴേക്കും സമയമായി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്തത് ഇനി 8 മണിക്കൂറാണ് ഫ്ലൈറ്റ്. ബാങ്കോക്ക് ടു മെൽബൺ എന്ന് പറയുന്നത് 8 hours ഫ്ലൈറ്റാണ്. അപ്പോൾ അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മോളെയും കൊണ്ട് പോകുമ്പോൾ. പിന്നെ കുറച്ച് നേരമൊക്കെ അവൾ നല്ല കുട്ടിയായിട്ടിരുന്നു. കുറച്ച് നേരം അവൾ ഉറങ്ങി. പിന്നെ അതുപോലെ കുറച്ച് നേരമൊക്കെ വാശിയൊക്കെ പിടിച്ചു. പക്ഷെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ എത്താമെന്നുള്ളതിൽ എല്ലാം കുഴപ്പമില്ലാതെ ദൈവം അനുഗ്രഹിച്ചു ഞങ്ങളെ. ഇതിൽ കുഴപ്പമില്ലാതെ അങ്ങനെ ഞങ്ങൾ ഓസ്ട്രേലിയയിലോട്ട് പോയി. ഫ്ലൈറ്റിനെ പറ്റിയിട്ടൊന്നും പറയാനില്ല, നല്ല ഫ്ലൈറ്റായിരുന്നു, എല്ലാം നന്നായിട്ട്.